കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ദേശീയ മാധ്യമങ്ങളിൽ വലിയൊരു കൗതുകം നമ്മൾ കാണുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെ കണ്ണടച്ച് പിന്തുണച്ചിരുന്ന ഗോദി മീഡിയ എന്ന് കളിയാക്കപ്പെട്ടിരുന്ന അർണബ് ഗോസ്വാമി പെട്ടെന്ന് സർക്കാരിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. വായു മലിനീകരണം മുതൽ റെയിൽവേ അപകടങ്ങൾ വരെ അർണബിൻ്റെ ചർച്ചകളിൽ നിറയുകയാണ്. ഇത് സത്യസന്ധമായ ഒരു മാറ്റമാണോ, അതോ അദാനി NDTV ഏറ്റെടുത്തതോടെ മാധ്യമ വിപണിയിൽ ഉണ്ടായ പുതിയ ബിസിനസ് തന്ത്രമാണോ? നമുക്ക് നോക്കാം. 2014 ശേഷം ഇന്ത്യൻ മാധ്യമരംഗത്ത് അർണബ് ഗോസ്വാമി ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേക ശൈലിയുണ്ട്. ദ നേഷൻ വാണ്ട്സ് ടു നോ എന്ന ഡിബേറ്റ് പ്രോഗ്രാമിലൂടെയാണ് അത് ജനകീയമായത്. ആദ്യം ടൈംസ് നൗവിൽ ആരംഭിച്ച ഡിബേറ്റ് ഷോ പിന്നീട് റിപ്പബ്ലിക് TVയിൽ അർണബ് അവതരിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് പ്രശസ്തമായത്. അതിഥികളെ നിരന്തരം ചോദ്യം ചെയ്യുകയും അവർക്ക് മറുപടി നൽകാൻ സമയം നൽകാതെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന രീതി അർണബ് അവലംബിച്ചു. JNU വാദം, കർഷക സമരം, പൗരത്വ നിയമം തുടങ്ങിയ വിഷയങ്ങളിൽ അർണബ് പൂർണ്ണമായും ഭരണകൂടത്തിൻ്റെ വക്താവായി നിലയുറപ്പിച്ചു. സർക്കാരിനെ ചോദ്യം ചെയ്യുന്നവരെ അർബൻ നക്സലുകളെന്നും രാജ്യദ്രോഹികളെന്നും അദ്ദേഹം വിളിച്ചു. റിപ്പബ്ലിക് TV എന്ന സ്ഥാപനം ഒരു വലതുപക്ഷ പ്രൊപ്പഗാൻഡ മിഷനായി ചിത്രീകരിക്കപ്പെട്ടു. ഇതിനിടയിലാണ് ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നീക്കം നടന്നത്. നിഷ്പക്ഷ മാധ്യമം എന്ന് പേര് കേട്ടിരുന്ന NDTVയെ പ്രണോയ് റോയിൽ നിന്നും അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കി. ഇതോടെ രവീഷ് കുമാറെ പോലെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ പുറത്തായി. സർക്കാരിനെ വിമർശിക്കാൻ ആരുമില്ല എന്ന അവസ്ഥ ദേശീയ തലത്തിലുണ്ടായി. ഇന്ത്യൻ മാധ്യമരംഗത്തെ കോർപ്പറേറ്റ് വൽക്കരണത്തെക്കുറിച്ച് ഏറ്റവും കൃത്യമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള പരഞ്ജോയ് ഗുഹ താക്കൂർത്തയെ പോലുള്ളവർ ഇതിനെ കോർപ്പറേറ്റ് ഹൈജാക്കിംഗ് എന്നാണ് വിളിച്ചത്. അദാനിയും അംബാനിയും മാധ്യമങ്ങൾ പങ്കിട്ടെടുത്തപ്പോൾ അവിടെ ജനങ്ങളുടെ ശബ്ദം ഇല്ലാതാകുന്നു എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഈ ഏറ്റെടുക്കൽ അർണബ് ഗോസ്വാമിയെ മറ്റൊരു രീതിയിലാണ് ബാധിച്ചത്. NDTV എന്ന ബ്രാൻഡിനെ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തതോടെ കേന്ദ്ര സർക്കാരിനെ വിമർശനാത്മകമായി സമീപിച്ചിരുന്ന ചാനലിൻ്റെ ശബ്ദം താഴ്ന്നു. അതോടെ രാജ്യത്തെ വലിയ വിഭാഗം പ്രേക്ഷകർക്ക് മുന്നിൽ സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന ഒരു ദേശീയ ചാനൽ ഇല്ല എന്ന സാഹചര്യം വന്നു. തുടക്കകാലത്ത് അദാനി ഗ്രൂപ്പിനെ ഏറ്റവും ശക്തമായി അർണബ് ഗോസ്വാമി അനുകൂലിച്ചിരുന്നു. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മളത് കണ്ടതാണ്. പക്ഷേ പോകെ പോകെ ആ ബന്ധം തകരുകയായിരുന്നു. റിപ്പബ്ലിക് TVയിൽ നിന്നുൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകരെ വലിയ ശമ്പളം നൽകി അദാനി സ്വന്തം ന്യൂസ് റൂമിലേക്ക് എത്തിക്കുകയും കുറഞ്ഞ നിരക്കിലുള്ള പരസ്യ പാക്കേജുകൾ നൽകുകയും ചെയ്തത് റിപ്പബ്ലിക് TVക്ക് വലിയ തിരിച്ചടിയായി. ഇതോടെ റിപ്പബ്ലിക് TVയിൽ പതിവില്ലാത്ത വാർത്തകളും ചർച്ചകളും വന്നു തുടങ്ങി. എല്ലാ ചാനലുകളും സർക്കാരിനെ പുകഴ്ത്തുമ്പോൾ വിപണിയിൽ ബാക്കിയായ ആ ക്രിട്ടിക്കൽ സ്പേസ് പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലേക്ക് അർണബ് കടന്നു. അടുത്ത കാലത്തുണ്ടായ ട്രെയിൻ അപകടങ്ങളിൽ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ പരാജയത്തെ അർണബ് രൂക്ഷമായി വിമർശിച്ചു. ആധുനിക സിഗ്നലിംഗ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ കാണിക്കുന്ന അനാസ്ഥയെക്കുറിച്ച് അദ്ദേഹം തൻ്റെ പ്രൈം ടൈം ഷോകളിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു. നമ്മുടെ ജനങ്ങളുടെ ജീവന് വിലയില്ലേ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം BJP കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചു. ഡൽഹിയിലെയും സമീപ സംസ്ഥാനങ്ങളിലെയും വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെടുന്നുവെന്ന് അർണബ് തുറന്നടിച്ചു. വർഷാവർഷം ആവർത്തിക്കുന്ന ഈ ദുരന്തത്തിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് കഴിയാത്തത് വലിയ വീഴ്ചയാണെന്ന് അദ്ദേഹം വാദിച്ചു. BJPയെ സംബന്ധിച്ച് അവരുടെ പ്രതിച്ഛായയെ ബാധിക്കുന്ന തരത്തിലുള്ള ചർച്ചയായിരുന്നു അത്. ആരവല്ലി പർവ്വതനിരകൾ സംരക്ഷിക്കുന്ന കാര്യത്തിലും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പരിസ്ഥിതി നിയമങ്ങൾ കാറ്റിൽ പറത്തുന്നതിലും സർക്കാരിൻ്റെ നിലപാടുകളെ അദ്ദേഹം ചോദ്യം ചെയ്തു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തമസ്കരിച്ച് കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് ശരിയല്ലെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഗോദി മീഡിയ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അർണബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എല്ലാവരെയും ഞെട്ടിച്ചു. ഇടിഞ്ഞുപോയ റിപ്പബ്ലിക് TVയുടെ റേറ്റിംഗ് സർക്കാരിനെതിരെയുള്ള ഈ പുതിയ നിലപാടുകളെ തുടർന്ന് കുതിച്ചുയർന്നു. അർണബ് ഗോസ്വാമി സർക്കാർ അനുകൂല നിലപാടുകളിൽ നിന്നും മാറി സഞ്ചരിച്ചു തുടങ്ങി എന്ന പ്രചാരണങ്ങൾ ഇതോടെ വ്യാപകമായി. പക്ഷേ അർണബിൻ്റെ ഈ പുതിയ വേഷപ്പകർച്ചകൾക്കിടയിൽ മറ്റൊരു കൗതുകം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു വശത്ത് ഇൻഡിഗോ വിമാന വിവാദത്തിലും ആരവല്ലി വിഷയത്തിലും ഭരണകൂടത്തെ വിമർശിക്കുന്ന വീഡിയോകൾ പുറത്തു വരുമ്പോൾ തന്നെ മറുവശത്ത് അദ്ദേഹം തൻ്റെ പഴയ പ്രൊപ്പഗാൻഡ ശൈലി കൈവിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് തിരുപ്പരകുണ്ട്രം മലയിലെ ദീപം തെളിയിക്കൽ വിഷയവുമായി ബന്ധപ്പെട്ട് RSS സൈദ്ധാന്തികൻ S ഗുരുമൂർത്തിയുമായി ചേർന്ന് തികച്ചും ഏകപക്ഷീയമായി ഒരു ചർച്ച നടത്തിയത്. തമിഴ്നാട്ടിലെ DMK സർക്കാരിനെതിരെയും ജസ്റ്റിസ് GR സ്വാമിനാഥനെ ഇംപീച്ച്മെൻറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട പ്രതിപക്ഷത്തിന് നേരെയും അദ്ദേഹം തൻ്റെ പഴയ രോഷം മുഴുവൻ പുറത്തെടുത്തു. ഇവിടെയാണ് അർണബിൻ്റെ ഇരട്ടത്താപ്പ് വെളിവാകുന്നത്. വായു മലിനീകരണമോ റെയിൽവേ അപകടമോ പോലെ BJPയുടെ രാഷ്ട്രീയ അടിത്തറയെ ബാധിക്കാത്ത വിഷയങ്ങളിൽ അദ്ദേഹം വിമർശനം നടത്തുന്നു. എന്നാൽ വോട്ടുകൊള്ള, വിദ്വേഷ പ്രസംഗങ്ങൾ, ആൾക്കൂട്ട കൊലകൾ, അഴിമതി തുടങ്ങിയ ഗൗരവകരമായ വിഷയങ്ങളിൽ അർണബ് ഇന്നും മൗനത്തിലാണ്. വർഗീയതയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അദ്ദേഹം പഴയതുപോലെ തന്നെ ഭരണകൂടത്തിനൊപ്പമോ അല്ലെങ്കിൽ വലതുപക്ഷ ചേരിക്കൊപ്പമോ ഉറച്ചു നിൽക്കുകയാണ്. ദീർഘകാലമായി നേരിടുന്ന ഗോദി മീഡിയ എന്ന പരിഹാസം അർണബിൻ്റെ ആഗോള പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട്. താൻ ആരുടെയും പക്ഷത്തല്ലെന്ന് തെറ്റ് കണ്ടാൽ ആരെയും ചോദ്യം ചെയ്യുമെന്നും വരുത്തി തീർക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് നിലനിർത്താൻ അത്യാവശ്യമാണ്. NDTV ഇപ്പോൾ ഭരണകൂടത്തോട് മൃദു സമീപനം സ്വീകരിക്കുമ്പോൾ താൻ സ്വതന്ത്രനാണെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് ലഭിച്ച സുവർണ അവസരമാണിത്.
ചുരുക്കത്തിൽ അർണബിന്റെ മാറ്റം ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള പെട്ടെന്നുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് മാറുന്ന മാധ്യമ സാഹചര്യങ്ങളിലെ ഒരു അതിജീവന തന്ത്രം മാത്രമാണ് എന്നാണ് പൊതുവായ വിലയിരുത്തൽ. പുതിയ മാറ്റങ്ങൾ ഇന്ത്യൻ മാധ്യമ മേഖലയെ ഏതു തരത്തിൽ സ്വാധീനിക്കുമെന്ന് കാത്തിരുന്നു കാണാം.